നിന്നിലേക്കുള്ള ദൂരം നോവലയിലെ ഒരു പൈങ്കിളി കഥയിലെ 8-ാം അധ്യായം തുടങ്ങാം. രചന അനീഷ് പത്തിൽ. ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല. കളിവാക്കു പറഞ്ഞും കലപില കൂട്ടിയും കഥ പറഞ്ഞും കടന്നുപോയ ദിനങ്ങൾ. നാളെ മടക്കയാത്രയ്ക്കുള്ള വണ്ടിയെത്തും. നമ്മുടെ ഉള്ളിൽ കൊമ്പുകോർക്കലില്ലെങ്കിൽ ഏതൊരിടവും സ്വർഗമായി മാറും. ഞാൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ഇത്രയും സമാധാനത്തോടെ ജീവിച്ച ദിവസങ്ങൾ വേറെയുണ്ടോ? നമുക്ക് ചുറ്റും സൗകര്യങ്ങൾ കൂടുന്നതുകൊണ്ട് നമുക്കുള്ള സമാധാനം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? പ്രകൃതിയോടൊട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ പേരറിയാത്ത ഒരു ചെടി ചാഞ്ഞു വന്ന് എന്നെ തൊട്ടു. ഞാൻ ഒന്ന് തലോടി അതിനോട് ചേർന്നിരുന്നു. എനിക്കും നിനക്കും തമ്മിൽ എന്താണ്? നമുക്കിടയിലില്ലാത്തതെന്താണ്? അതെന്നോട് ചോദിച്ചു. ശരിയാണ്, പരസ്പരം ജീവവായുവായി മാറുന്ന രണ്ടാത്മാക്കൾ. നിന്റെ നിശ്വാസമാണ് എൻ്റെ ശ്വാസം, അതുപോലെ തിരിച്ചും. നീ ഭക്ഷണമായി എന്നിൽ നിറയുന്നു, ഞാൻ തിരിച്ച് നിന്നിലേക്കും. ഞാനും നീയും വേറെയല്ല, ഒന്ന് തന്നെയാണ്. ഞാൻ അതിനോട് മുഖം ചേർത്തു, ഇലകളിൽ മൃദുവായി ചുംബിച്ചു. അതിൻ്റെ നിശ്വാസം എന്നിൽ ശ്വാസമായി നിറയുന്നത് ഞാൻ അറിഞ്ഞു. രാവിലെ തുടങ്ങിയോ നട്ടപ്രാന്ത്? ഞാൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു. നമ്മുടെ കൊച്ചു കൊച്ചു പ്രാന്തുകളാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. പിന്നെ തിരിച്ചു പോകുമ്പോ ഈ പ്രാന്തൊക്കെ എനിക്കും പിടിക്കുമെന്നാ ഇപ്പൊ സംശയം. പിടിക്കെട്ടടി പെണ്ണെ, അല്ലേ തന്നെ പ്രാന്തില്ലാത്തവരാരാ? ഒന്നിനോടല്ലെങ്കിൽ മറ്റൊന്നിനോട്. വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ? വാ. നീ ആ പാറയുടെ മുകളിലേക്ക് കയറി നിന്നേ. മറുത്തൊന്നും പറയാതെ അവൾ അനുസരിച്ചു. കണ്ണടയ്ക്കണോ? അവൾ തിരിച്ചു ചോദിച്ചു. വേണം. ഇനി എന്ത് കേൾക്കാനാ? ഞാൻ ചിരിച്ചു. കേൾക്കാനല്ല, നീ ആ മൂക്കൊന്നു വട്ടം പിടിച്ചേ. അവൾ കൈകൊണ്ട് മൂക്കിൽ പിടിക്കാൻ നോക്കി. എനിക്ക് ചിരി. അതല്ല, നീ നന്നായി ഒന്ന് സ്മെല്ല് ചെയ്തേ. അവൾ തലയുയർത്തി ശ്വാസം വലിച്ചെടുത്തു. എന്തോ ഒരു മണം കിട്ടുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? അവൾ ഒന്നൂടെ വട്ടം പിടിച്ചു. പഴുത്ത ചക്കയുടെ മണം. എവിടെ നിന്നാ വരുന്നേന്ന് നോക്കിയോ? ഒരു വട്ടം കൂടി. ദാ അവിടുന്ന്. അവൾ കൈ ചൂണ്ടി. ഞാൻ അവിടേക്ക് നോക്കി. റബ്ബർ മരത്തിന്റെ തലപ്പുകളല്ലാതെ ഒന്നും കാണാനില്ല. ശരി, പോരെ. ഞങ്ങൾ വാച്ചുമാനെ അന്വേഷിച്ചു ചെന്നു. ആളവിടെയില്ല. അല്പസമയം കാത്തിരുന്നു. വന്നപ്പോൾ കയ്യോടെ കാര്യം പറഞ്ഞു. ചക്ക വേണേ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുതരുമായിരുന്നല്ലോ. ഇവിടെ ആർക്കും വേണ്ട, ഒക്കെ വീണു പോവാ. അതല്ല, ഞങ്ങൾക്ക് ആ ചക്ക വേണം, അവൾ പറഞ്ഞു. അതെ, ഞാൻ പിന്തുണച്ചു. ആ തോട്ടത്തിന് നടുവിൽ ഒരു പഴയ വരിക്കപ്ലാവുണ്ട്, അയാൾ പറഞ്ഞു. എന്നാ വാ, നമുക്ക് പോവാം. അയാൾ ഒരു കത്താൾ കയ്യിലെടുത്ത് നടന്നു തുടങ്ങി. ഞങ്ങൾ പിന്നാലെയും. കരിയിലകളും കുറ്റിക്കാടുകളും പിന്നിട്ട് തോട്ടത്തിന് വിലങ്ങനെ ഒരു യാത്ര. കരിയിലക്കൂട്ടത്തിൽ നിന്ന് തലപൊക്കി വലിയ കരിയട്ടകൾ ഞങ്ങളുടെ യാത്രയെ നോക്കി. തട്ടുതട്ടായി കിടക്കുന്ന മൺതിട്ടകൾ പിന്നിട്ട് അവിടേക്കെത്തി. റബ്ബർ മരങ്ങൾ വട്ടം തിരിച്ചു നിർത്തിയിരിക്കുന്ന വിസ്തൃതമായ പരന്ന ഒരു സ്ഥലം. അതിൻ്റെ ഒത്ത നടുക്ക് പടർന്ന് പന്തലിച്ച് ഒരു പഴയ പ്ലാവ്. പഴുത്തു വീണ ചക്കകൾ താഴെ ചീഞ്ഞും ചിതറിയും കിടക്കുന്നു. അണ്ണാന്മാരും അസംഖ്യം കിളികളും തീർക്കുന്ന മായിക പ്രപഞ്ചം.
അധികം വലുപ്പമില്ലാത്ത അനേകം ചക്കകൾ ഓരോ ശിഖരത്തിലും. മത്ത് പിടിപ്പിക്കുന്ന മണം. അസാമാന്യമായ മെയ്വഴക്കത്തോടെ പുള്ളി മരത്തിലേക്ക് കയറി ചക്കയിൽ തട്ടി നോക്കി. പഴുത്തു തുടങ്ങിയ 2 ചക്കകളുടെ ഞെട്ടുകൾ കൂട്ടിക്കെട്ടി മുറിച്ചു. ശിഖരത്തിൽ ഉടക്കി നിന്ന ചക്ക തോളിലിട്ട് ഇറങ്ങിയിങ്ങു പോന്നു. പിന്നെ ഒന്നും മിണ്ടാതെ ഒരു നടത്തം. പ്ലാവിൽ നിന്നും കറ പാൽത്തുള്ളികൾ പോലെ ഇറ്റുവീഴുന്നതും നോക്കി ഞാൻ ഒരു നിമിഷം അവിടെ നിന്നു. വാ പോവാം. അവൾ എൻ്റെ കൈ പിടിച്ചു വലിച്ചു. ഇത്രയും നേരം കേട്ടത് അനീഷ് പത്തലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്ന നോവലയിലെ ഒരു പൈങ്കിളി കഥയിലെ 8ാം അധ്യായം. അവതരണം ദീപ. ഈ നോവലയിലെ 9ാം അധ്യായവുമായി തിരികെ എത്താം. ഏവർക്കും നന്ദി.